പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ വിസ്മയം അത് 4 ദിവസത്തിനകം നടക്കും എന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ആ വിസ്മയം നടക്കാൻ പോകുന്നു. വിസ്മയം നടക്കുന്നത് LDFിലല്ല, LDFിലെ ഏതെങ്കിലും കക്ഷികൾ UDFിലേക്ക് വരുന്ന കാര്യത്തിലല്ല. വിസ്മയം നടക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ശശി തരൂർ MP സ്ഥാനം രാജിവെക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. MP സ്ഥാനം രാജിവെച്ച് ശശി തരൂർ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അനുനയത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വഴങ്ങിയിട്ടില്ല. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ശശി തരൂരിനെ നിരവധി തവണ വിളിച്ചു. പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്ന വിവരം പുറത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ശശി തരൂർ കോൺഗ്രസുമായുള്ള ബന്ധം വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നത്. അദ്ദേഹം ദില്ലിയിൽ തന്നെയുണ്ട്. തൊട്ടപ്പുറത്ത് വലിയ ചർച്ച നടക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെയും AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കുകയാണ്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കണം, ഏതൊക്കെ മണ്ഡലങ്ങളാണ് വെച്ചുമാറേണ്ടത്, ഘടകകക്ഷികൾക്ക് നൽകേണ്ട മണ്ഡലം ഏതാണ്, ഇവയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചയാണ് നടക്കുന്നത്. അതിനു മുമ്പ് വിവിധ ഘടകകക്ഷി നേതാക്കളെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കണ്ടിരുന്നു. മുതിർന്ന നേതാക്കൾ അവരുമായി ചർച്ച നടത്തിയിരുന്നു, ഘടകകക്ഷി നേതാക്കളുമായി. അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ച് കോൺഗ്രസ് എന്ത് നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ചർച്ച ദില്ലിയിൽ നടക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട ശശി തരൂർ മാറി നിൽക്കുന്നു. പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ വിളിക്കുന്നു. ആ ഫോൺ പോലും എടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇത്രയും പ്രകോപിതനാവാൻ എന്താണ് കാരണം ശശി തരൂർ? അദ്ദേഹം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത്, കേരളത്തിൽ നിന്ന് ജയിച്ചു വന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, അവിടെ ഒരു മഹാപഞ്ചായത്ത് നടന്നിരുന്നു കൊച്ചിയിൽ. രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത സമ്മേളനമാണ്. വേദിയിലുണ്ടായിരുന്നു ശശി തരൂർ. എന്നാൽ ശശി തരൂരിൻ്റെ പേര് പരാമർശിക്കാൻ തയ്യാറായില്ല രാഹുൽ ഗാന്ധി. അതോടൊപ്പം തന്നെ ഒന്ന് കാണാൻ, കൈകൊടുക്കാൻ, ചിരിക്കാൻ പോലും തയ്യാറായില്ല രാഹുൽ ഗാന്ധി. ഇതിൽ പ്രതിഷേധിച്ച് ശശി തരൂർ നേരത്തെ തന്നെ വേദി വിട്ട് പുറത്തു പോയിരുന്നു. അന്ന് തുടങ്ങിയതാണ്, ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല, കോൺഗ്രസിനോടൊപ്പം സഞ്ചരിച്ചിട്ട് കാര്യമില്ല, അടുത്ത തവണ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ആ സീറ്റിലേക്ക് മത്സരിക്കാൻ തയ്യാറായി ശബരിനാഥ് നിൽക്കുന്നുണ്ട്, KS ശബരിനാഥ്. ഇനി മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്ന്. അതേസമയം അദ്ദേഹം നിരന്തരമായി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കുന്നുണ്ട്. ട്വിറ്റർ ഹാൻഡിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുണ്ട്. നിരന്തരം ഏതൊക്കെ ഘട്ടങ്ങളിൽ BJP നേതൃത്വം ഒരു പ്രതിസന്ധിയെ നേടുന്നോ ആ ഘട്ടത്തിലൊക്കെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട്, നരേന്ദ്രമോദിയുടെ പരിപാടികളെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. നിരന്തരം ചർച്ചയായിട്ടുണ്ട്. ഒരക്ഷരം ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല. മിണ്ടരുത്, ഒന്നും പറയരുത്, നടപടി എടുക്കരുത് എന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം AICCയോട് അഭ്യർത്ഥിച്ചു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശശി തരൂരിനെ പൂർണ്ണമായും അവഗണിച്ചത് വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി. ഇതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം വേദി വിട്ടുപോയത്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കളുമായി യാതൊരു ബന്ധവുമില്ലാത്തത്. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ശശി തരൂർ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ ഇടപെടൽ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പോകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തി. അദ്ദേഹം MP സ്ഥാനം രാജിവെക്കും എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതിനുശേഷം എന്ത് എന്നത് വലിയ ചോദ്യമായി കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂർ കോൺഗ്രസിൻ്റെ MP സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്താൽ അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറും. അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്നായിരിക്കും പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ രാജിവെച്ചതിന് ശേഷം ഒരു സംശയവുമില്ല.
പൂർണ്ണമായും BJP-യിൽ ചേരാതെ BJP-യോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹം BJP-യുമായി സഹകരിക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും വലിയ മാറ്റം കോൺഗ്രസിനകത്ത് സംഭവിക്കാൻ പോകുന്നു. ശശി തരൂരിനോടൊപ്പം ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പോകും എന്നതാണ് അറിയാനുള്ളത്. എന്ന് വെച്ചാൽ വിസ്മയം നടക്കുമെന്ന് VD സതീശൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നു. സംഭവിക്കുന്നത് കോൺഗ്രസിലാണ് എന്ന് മാത്രം. അതിൻ്റെ സൂചനകൾ ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശശി തരൂർ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് തന്നെയാണ് എന്നതാണ് കൃത്യം ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ കോൺഗ്രസ് നടപടിയെടുക്കില്ല, അദ്ദേഹം രാജിവെച്ച് പോയിക്കോട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരും എത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്.